മതിലകം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും ജലസേചന വകുപ്പ് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് അംഗം സുനിൽ പി മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, നസീമ നൌഫൽ, ബീന റഹീം, പ്രദേശവാസികളായ റീന സഹദേവൻ, രാജലക്ഷ്മി കിനാരി, പ്രതിഭ ബിജു, ഓമന പാലപ്പറമ്പിൽ, പൊതുപ്രവർത്തകരായ അഖിൽ പി മേനോൻ, മുജീബ് കാട്ടുപറമ്പിൽ, ഷറഫ് മഠത്തിൽ, ജോഷി വടക്കുംചേരി എന്നിവർ സംസാരിച്ചു. പ്രദേശത്ത് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കാലഹരണപ്പെട്ട പൈപ്പുകൾ പൊട്ടിയും ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് മൂലവും ജനങ്ങൾ ദുരിതത്തിലാണ്. ഇതിനിടെ കിഫ്ബി പദ്ധതി പ്രകാരം കാലഹരണപ്പെട്ട പൈപ്പുകൾക്ക് പകരം പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി തുടർച്ചയായി 10 ദിവസം കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അറിയിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. 20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും 2 ദിവസം കുടിവെള്ളം എത്തിച്ചതിന് ശേഷം പമ്പിംഗ് നിർത്തിവെച്ചാൽ മതിയെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. സംഭവമറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി. സമരക്കാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. മേഖലയിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് ടാങ്കറിലൂടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമെന്നും വാഹനങ്ങൾ കടന്നു ചെല്ലാത്തിടങ്ങളിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകി. TCV കയ്പമംഗലം.